കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ കുഴിയെണ്ണിയുള്ള യാത്രയ്ക്ക് പരിഹാരമാകുന്നില്ല. ചെറുതും വലുതുമായ 300-ലേറെ കുഴികളാണ് ചന്ദ്രഗിരി പാലം വഴിയുള്ള ഈ സംസ്ഥാന പാതയിലുള്ളത്. വിവിധ സംഘടനകൾ പലതവണ പരാതി നൽകിയെങ്കിലും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് MLA ഒരു ദിവസം വണ്ടി ഇരുത്തണം. MLA MP ഒരു ദിവസം വണ്ടി ഇരുത്തിട്ട് മേൽപ്പറമ്പ് പ്രസ് ക്ലബ് വരുന്നു ബാക്കിലിരുത്തി പോകണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും. അവർക്ക് AC-യിലിട്ട കാറിൽ പോയിട്ട് അവർക്ക് അറിയില്ല ഈ റോഡിൻ്റെ അവസ്ഥ. വണ്ടി ഔട്ട് നമുക്ക് അതിൻ്റെ അവസ്ഥ അറിയും. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാത അത്യാധുനിക രീതിയിൽ നവീകരിച്ചത് മാസങ്ങൾക്ക് മുമ്പാണ്. KSTP ഏറ്റെടുത്ത റോഡാണിത്. കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വരെയുള്ള ചന്ദ്രഗിരി റൂട്ടിൽ മുഴുവൻ തണൽ മരങ്ങളും വെട്ടിമാറ്റിയായിരുന്നു നവീകരണം. പകരം തണൽ മരങ്ങൾ വച്ച് പിടിപ്പിച്ചും വഴിവിളക്കുകൾ സ്ഥാപിച്ചും മനോഹരമാക്കുമെന്ന് പറഞ്ഞാണ് അന്ന് KSTP അധികാരികൾ നാടിന്റെ പ്രതിഷേധത്തിന് തടയിട്ടത്. റോഡ് നവീകരിച്ചെങ്കിലും മറ്റുള്ള പ്രഖ്യാപനങ്ങളെല്ലാം പാതിവഴിയിലായി. അതിനിടെ റോഡ് വീണ്ടും പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുകയും ചെയ്തു. കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയതോടെ യാത്ര ദുസ്സഹമായി തുടങ്ങി. റോഡിന്റെ കാര്യം പറഞ്ഞിട്ട് വരില്ല, ഫുള്ള് പണി വരുന്നു. റിക്ഷക്കെല്ലാം ഏടാടെ കുണ്ടിയിൽ പോകാനൊന്നും പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഒരു മഴക്കാലാകാനാകുമ്പോൾ ചിലപ്പോൾ ഒരു റിപ്പയർ ആക്കും. അതിനാക്കിയിട്ട് എന്ത് കാര്യമില്ല, ആകെ ബുദ്ധിമുട്ടാണ്. പരാതിയുടെ സമരവും കാര്യമെല്ലാം ആക്കി. യാത്രക്കാരും വിവിധ സംഘടനകളും നിവേദനങ്ങളൊക്കെ നൽകിയെങ്കിലും അധികൃതർ ഇപ്പോഴും അനങ്ങാപ്പാറ നയത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് കുറേ ആക്സിഡൻറ്റ് സംഭവിച്ച്, പിന്നെ ഈ ഡിവൈഡറിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഡിവൈഡറാണ്. ചില അങ്ങനെ വണ്ടി വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് സൈഡാക്കുമ്പോൾ ബാക്കിൽ നിന്ന് വന്നിട്ട് വണ്ടി ഇടിച്ച് കയറുന്നു. അങ്ങനെ കുറേ സംഭവമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഇവിടെ അപകടമുണ്ടാകുന്നുണ്ട്. ചെറുതും വലുതുമായ കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് തെന്നി മാറുന്നത് പതിവ് കാഴ്ചയാണ്. എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ആ ബാക്കിൽ മീൻ വണ്ടി വന്നിട്ട് ബാക്കിൽ നിന്ന് ഇടിച്ചത്. അത് ഇവർ കുഴി കണ്ടിട്ട് തെറ്റിച്ച് എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിച്ച് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി. അതെ, ഗുരുതരം. ഇതെല്ലാം സ്റ്റിച്ചെല്ലാം ചെറിയ സർജറികൾ ചെയ്തിട്ടുണ്ട്. കുഴികൾ നികത്തി ഉടൻ റീടാർ ചെയ്തില്ലെങ്കിൽ റോഡുകളിൽ വീണ്ടും ജീവനുകൾ പൊലിയും. ന്യൂസ് മലയാളം, കാസർഗോഡ്.